ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത് ന്യൂ IIMs ആണ്. സോ ന്യൂ IIMs എന്ന് പറയുമ്പോൾ അറിയാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഓൾറെഡി കൺവേർട്ട് ചെയ്ത ആൾക്കാർക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി IIM ട്രിച്ചി, ഉദയ്പൂർ, റാഞ്ചി, റായ്പൂർ, കാശിപ്പൂർ, റോട്ടക് ഇത്രയാണ് ഞാൻ ന്യൂ IIMസിൽ കൂട്ടുന്നത്. ഓൾദോ IIM ഷില്ലോങ്ങും ഓൾമോസ്റ്റ് ഈ ഒരു ടൈമിൽ തന്നെ തുടങ്ങിയതാണെങ്കിലും ഇത് ഏതാണ്ട് ഒരു 2009-10 തുടങ്ങിയ IIMs ആണ്. ഏതാണ്ട് ഒരു 10, 15, 16, 17 വർഷമായ IIMs ആണ്. സോ ഷില്ലോങ് ഓൾറെഡി അത് വേറൊരു ലീഗിൽ തന്നെ പ്ലേ ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് ഒരു ഇൻഡോർ ലെവലിൽ എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു IIM മുംബൈ ലെവലിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് IIM മുംബൈ സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ ദാറ്റ്. ഓൾമോസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് 5 years ഐ തിങ്ക് IIM മുംബൈ വിൽ ബി ഇൻ ദ ലെവൽ ഓഫ് IIM കൽക്കട്ട, ബിക്കോസ് അതിന് ഓൾറെഡി അത്ര ലെഗസിയും പഴക്കവും അലൂമിനീസും ഒക്കെ ഉണ്ട്. ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് ജസ്റ്റ് ബിൽഡിംഗ് ഇറ്റ് സെൽഫ് ആസ് എൻ IIM. സോ എന്തായാലും ഈ പറയുന്ന IIMസിൽ കോൾസ് കിട്ടിയിട്ടുള്ള എസ്പെഷ്യലി ക്യാപ്പിൽ, ഇപ്പൊ ക്യാപ്പിൽ തന്നെ ഒബ്വിയസ്ലി ഞാൻ പറയാണ്, ഇഫ് യു ആർ ഹാവിംഗ്, ഞാനിവിടെ കമ്പയർ ചെയ്യുന്നത് കോർ MBA പ്രോഗ്രാം മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് കോർ MBA പ്രോഗ്രാം, ഇഫ് യു ആർ ഹാവിംഗ് എ കോൾ ഫ്രം എനി ഓഫ് ദി ന്യൂ IIMs വിച്ച് ഈസ് ലൈക്ക് ട്രിച്ചി, ഉദയ്പൂർ, റാഞ്ചി, റായ്പൂർ, കാശിപ്പൂർ ആൻഡ് റോട്ടക്, then go for it over the baby IIMs which is അമൃത്സർ, പിന്നെ ജമ്മു, ബോധ്ഗയ, സിർമൗർ, സംബൽപൂർ, നാഗ്പൂർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ. കാരണം ഒബ്വിയസ്ലി ഒരു തമ്പ് റൂൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം IIMs ആണ്. അപ്പൊ IIM ബ്രാൻഡ് ഇവിടെ എല്ലാത്തിലും കോമൺ ഫാക്ടർ ആണ്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എത്ര വർഷത്തെ ലെഗസി ഉണ്ട്. അപ്പം ഓൾഡ് ബി സ്കൂൾ ആകുമ്പോൾ അല്ലെങ്കിൽ ന്യൂ IIMs ആകുമ്പോൾ കുറച്ചുകൂടെ എല്ലാവരും ഒരു പെർമനന്റ് ക്യാമ്പസിൽ മൂവ് ചെയ്തിട്ടുണ്ടാവും. ബേബി IIMs മൈറ്റ് സ്റ്റിൽ ബി ഫിഗറിംഗ് ഔട്ട് എ ലോട്ട് ഓഫ് തിങ്സ്. കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, അത്രയും അലൂമിനീസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഒരു ഇൻഡസ്ട്രിയിൽ ആ കോളേജിനെ കുറിച്ചുള്ള അവയർനെസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഹിയർ വി ആർ കമ്പയറിംഗ് ഈ പറയുന്ന ന്യൂ IIMs. സോ ന്യൂ IIMs കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ അടുത്ത് റീസെന്റ് കുറച്ച് ആൾക്കാർ ചോദിച്ചൊരു കാര്യമാണ്. ഇപ്പം എസ്പെഷ്യലി കാശിപ്പൂർ ഒക്കെ കൺവേർട്ട് ചെയ്ത ആൾക്കാർ ചോദിച്ചത്, നാട്ടിൽ നിന്ന് പോയി വരാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ, വളരെ അടുത്ത് ഇങ്ങോട്ട് കണക്ടിവിറ്റി ഉള്ള ഫ്ലൈറ്റ്സ് അല്ലെങ്കിൽ എയർപോർട്ട്സ് ഇല്ലല്ലോ എന്നുള്ള മുതലായ കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ഞാനൊരു കാര്യം ക്ലിയർ ചെയ്യട്ടെ. ആദ്യം തന്നെ 2-3 ഗ്രൗണ്ട് റൂൾസ് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളൊരു ബി സ്കൂൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ദയവ് നിങ്ങൾ വീട്ടിന്റെ ഏറ്റവും അടുത്തുള്ള ബി സ്കൂളിൽ പോകാം എന്നുള്ളത് വിചാരിക്കരുത്. കാരണം ഇതുവരെ നിങ്ങൾ UGക്ക് ചിലപ്പോൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഞാൻ കോഴിക്കോട് നിന്നാണ്, അപ്പൊ എനിക്ക് നല്ലൊരു കോളേജ് കൊച്ചിയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കിട്ടിയാലും ഞാൻ കോഴിക്കോടുള്ള കോളേജിൽ തന്നെ പോവാം എന്നൊക്കെയുള്ള പ്ലാൻസ് എടുക്കാം. തിങ്കിങ് ദാറ്റ് ഓക്കെ, കോഴിക്കോട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ആഴ്ചയ്ക്ക് വീട്ടിൽ പോകാം, വീട്ടിലെ ഫുഡ് കഴിക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഒരു 10-20 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വലിയൊരു ലൈഫ് ഡിസിഷൻ ആണ് എടുക്കുന്നത്. MBA എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമില്ല. അതും നിങ്ങളെ പോലെ ഇപ്പം ഒരു ഇന്ത്യയിലെ ടോപ്പ് 20-30 ബി സ്കൂൾസ് ഒക്കെ കൺവേർട്ട് ചെയ്ത് CAT പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി ബീറ്റ് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ജെൻഡർ ഡൈവേഴ്സിറ്റി, അക്കാഡമിക് ഡൈവേഴ്സിറ്റി, റിസർവേഷൻസ് എന്തോ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ദിസ് ഈസ് എ ബി സ്കൂൾ വിച്ച് ഈസ് ബീൻ മെന്റ് ഫോർ പീപ്പിൾ വിത്ത് ലൈക്ക് 98+% ഇൻ CAT അല്ലെങ്കിൽ സ്റ്റെല്ലാർ പെർഫോമൻസ് ഇൻ ഇന്റർവ്യൂ. സോ ആ ഒരു ലീഗിൽ നിങ്ങൾ കളിക്കുന്ന സമയത്ത് പ്ലീസ് ഡോണ്ട് കം അപ്പ് വിത്ത് നെയ്വ് സ്റ്റേറ്റ്മെന്റ്സ് ലൈക്ക് എനിക്ക് IIM ട്രിച്ചി പോകാനാണ് താല്പര്യം, കാരണം അത് വീട്ടിന്റെ അടുത്താണ്, ചെന്നൈയിലാണ്, സൗത്ത് ഇന്ത്യയിലാണ്, അവിടെ ആകുമ്പോൾ ഇഡ്ഡലിയും സാമ്പാറും കഴിക്കുക എന്നുള്ള രീതിയിലുള്ള ലോജിക്സ് ദയവ് ചെയ്ത് നിങ്ങളുടെ ഒരു ബി സ്കൂൾ അല്ലെങ്കിൽ 20 lakh ഇൻവെസ്റ്റ്മെന്റ് ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം ഡിഗ്രിയിൽ എടുക്കുന്ന സമയത്ത് പ്ലീസ് ഡോണ്ട് കൺസിഡർ അതുപോലുള്ള ഫാക്ടേഴ്സ്. കാരണം ഫോർ എ മാറ്റർ ഓഫ് ഫാക്ട്, ഇപ്പൊ ഞാൻ IIM ഇൻഡോർ പോയ സമയത്ത് വി വെർ ഇൻ എ കോവിഡ് ബാച്ച്. സോ ക്യാമ്പസിൽ നമ്മൾ അകത്ത് കയറ്റി, എന്നിട്ട് 2 years കംപ്ലീറ്റ്ലി വി വെർ നോട്ട് അലൗഡ് ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ക്യാമ്പസ്. ഐ എം നോട്ട് ഈവൻ കിട്ടി. മൊത്തം ബി സ്കൂൾ 2 വർഷത്തിൽ ഞാൻ 2 തവണ ക്യാമ്പസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഒന്ന് നമുക്കൊരു ടേം ബ്രേക്ക് വന്ന സമയത്ത് നമ്മൾ കുറച്ച് എന്താ പറയാ മറ്റേ എന്തോ ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് കള്ളമൊക്കെ പറഞ്ഞിട്ട് അഡ്മിൻ്റെ നിന്ന് പെർമിഷൻ വാങ്ങി ഒരു 1 week ഗോവയിൽ പോയിട്ടുണ്ടായി ഒരു ട്രിപ്പിന്. പിന്നെ നമ്മൾ ഈ ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയറിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഒരു 2 months ഇന്റേൺഷിപ്പിന്, സമ്മർ ഇന്റേൺഷിപ്പിന്റെ ടൈമിലും ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവിടെ വർക്ക് ഫ്രം ഹോം ആയിരുന്നു എന്റെ സമ്മർ ഇന്റേൺഷിപ്പ്. സോ ഈ 2 തവണ ക്യാമ്പസിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദി ക്യാമ്പസ്. ആൻഡ് വെൻ യു ആർ ഇൻസൈഡ് എ ക്യാമ്പസ്, ഇപ്പൊ ഇൻഡോർ ക്യാമ്പസിനകത്ത് കയറി കഴിഞ്ഞാൽ ദി ഒൺലി അസോസിയേഷൻ വിത്ത് ഇൻഡോർ ഫോർ IIM ഇൻഡോർ ഇസ് ദ ക്ലൈമറ്റ്. കാരണം നിങ്ങളിപ്പോൾ കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ IIMൽ കോഴിക്കോടത്തെ ക്ലൈമറ്റ് ആയിരിക്കും, ബാംഗ്ലൂർ ആണെങ്കിൽ ബാംഗ്ലൂരിന്റെ ക്ലൈമറ്റ് ആയിരിക്കും, കാശിപ്പൂർ ആണെങ്കിൽ കാശിപ്പൂരത്തെ ക്ലൈമറ്റ് ആയിരിക്കും എന്ന് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു IIMനകത്ത് പോയാൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് ബി സ്കൂൾ, എസ്പെഷ്യലി ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ്. സി ഇഫ് യു ഗോ ടു കോളേജസ് ലൈക്ക് UBS, ചണ്ഡീഗഡ്, FMS അല്ലെങ്കിൽ സിഡൻഹാം, ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ബിക്കോസ് നിങ്ങൾ നിൽക്കുന്നത് പുറത്തായിരിക്കും. ഈവൻ NMIMS ആണെങ്കിൽ നിങ്ങൾ മുംബൈയിൽ ഒരുപാട് നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നുണ്ടാവും, കാരണം നിങ്ങൾ പുറത്തായിരിക്കും നിൽക്കുന്ന കാര്യങ്ങൾ. IIMസിൽ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി അവരുടെ തന്നെ റെസിഡൻഷ്യൽ ക്യാമ്പസിൽ ബേസിക്കലി ദർ ഇസ് no point in choosing a campus based on the distance from your home. ആൻഡ് എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് വീട്ടിൽ പോയി വരാനാണെന്നുള്ള ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് ഇറങ്ങി തിരിക്കായിരിക്കുക. ബിക്കോസ് പല ആസ്പെക്ട്സിൽ യു വിൽ ബി ഹാവിങ് എ വെരി ഹാർഡ് ടൈം. ആൻഡ് അപ്പൊ നിങ്ങൾ ചോദിക്കുക, അപ്പൊ നമ്മൾ വീക്കെൻഡ്സ് സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീക്കെൻഡ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ശരിക്കും ബി സ്കൂളിലില്ല. സാറ്റർഡേ സൺഡേസ് ക്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ അസൈൻമെന്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഇവന്റ്സ് ഒക്കെ ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു മോശം കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്.
നമ്മൾ ആ ഒരു ക്യാമ്പസിൽ ആ ഒരു എൻവയോൺമെന്റിൽ ആദ്യത്തെ ഒരു 1-2 മാസം കൊണ്ട് ഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ വിൽ ബി ഹാവിങ് എ ലോട്ട് ഓഫ് ഫൺ അലോങ് വിത്ത് ഓൾ ദി ആക്ടിവിറ്റീസ് വിച്ച് വിൽ ബി ഡൂയിങ്. അല്ലാതെ നിങ്ങൾ ഭയങ്കര ഫുൾ ഡെസ്പ് അടിച്ച് ഈവൻ ഇപ്പൊ ഞാൻ IIM അഹമ്മദാബാദ് നമ്മൾ അൻകിത്തുമായിട്ട് സംസാരിക്കായിരുന്നു 2 ദിവസം മുന്നേ. അപ്പൊ അൻകിത്തും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ഈ ബി സ്കൂൾ ഭയങ്കര സംഭവമാണ്, IIM അഹമ്മദാബാദ് ഒക്കെ ഭയങ്കര സീനാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ എന്താ പറയാ, നമ്മളെ കൊണ്ട് പറ്റാത്തൊരു എന്താ പറയാ, ഒരു ആന എടുത്ത് പൊക്കുന്ന പോലത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. ആദ്യത്തെ 1-2 മാസം വാസ് എ ലിറ്റിൽ ടഫ് because you are entering a new teaching pedagogy and things like that, but after that you will be completely fine. Now അപ്പൊ ആദ്യം തന്നെ ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള ദൂരം വെച്ചിട്ട് നിങ്ങൾ എടുക്കരുത്. എപ്പോഴും വീട്ടിൽ പോകാന്നുള്ളതല്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ നിങ്ങൾക്ക് ഒരു 5 or 6 times ഡ്യൂറിംഗ് ദി എൻ്റയർ കോഴ്സ് ഓഫ് 2 years നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റും. ആ സമയത്ത് യു ക്യാൻ സ്പെൻഡ് ഓൺ എ ഫ്ലൈറ്റ്. അതിപ്പം ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് മീ 3 hours, റൈറ്റ്. ബാംഗ്ലൂരിലാണെങ്കിൽ ഞാൻ ബസ് കയറി 8 hours. അപ്പോൾ ബാംഗ്ലൂർ അടുത്താണ്. പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് ആണെന്ന് തന്നെ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ IIM ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. നിങ്ങൾക്ക് കൊച്ചിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ IIM ബാംഗ്ലൂർ ബന്നർഘട്ട റോഡിൽ നിന്ന് നിങ്ങൾ എയർപോർട്ട് എത്താൻ വേണ്ടി 2 hours എടുക്കും. അവിടെ എന്തായാലും ഒരു 2 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1 മണിക്കൂർ മുന്നേ എത്തണം. അപ്പോൾ 3 hours ആയി. പിന്നെ ഫ്ലൈറ്റ് ഒരു 1.5 hours ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ 4.5 hours ആയി. പിന്നെ നിങ്ങളുടെ ഒരു കൊച്ചിയിൽ നിന്ന് പിന്നെ നിങ്ങളുടെ വീട്ടിലോട്ട് പോവുക. അതിപ്പം ഏതെങ്കിലും സംവെയർ അറൌണ്ട് സെൻട്രൽ പാർട്ട് ഓഫ് കേരള ആണെങ്കിൽ that will again take you like 1 or 2 hours. So ഒരു IIM ബാംഗ്ലൂരിൽ നിങ്ങൾ നാട്ടിൽ വരണമെങ്കിൽ ഈ ബസ് എടുത്താലും it will take you like around 8 hours. അപ്പൊ IIM ബാംഗ്ലൂരിൽ പഠിക്കുന്ന നിങ്ങൾക്ക് നാട്ടിൽ വരാൻ it will take you 5-6 hours or 8 hours. ഇനി നിങ്ങൾ ഡൽഹിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു MDA ഗുർഗാവിന് പഠിക്കുകയാണ്. MDA ഗുർഗാവിൽ നിന്ന് എയർപോർട്ടിൽ പോകാൻ 30 minutes എടുക്കത്തുള്ളൂ. അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് വരാൻ 3 മണിക്കൂർ എടുക്കും. 3 മണിക്കൂർ ഓൾമോസ്റ്റ് സെയിം ടൈം. സോ ബേസിക്കലി ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് നിങ്ങൾ ചിലപ്പോൾ ഇവിടെ 4,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന 5,000 രൂപ ബാംഗ്ലൂരിൽ നിന്ന് വരെ സ്പെൻഡ് ചെയ്യുന്നിടത്ത് അവിടെ ചിലപ്പോൾ 10,000 സ്പെൻഡ് ചെയ്യേണ്ടി വരും. ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ഈ വീട്ടിൽ പിന്നെ ഉള്ളത് സേഫ്റ്റി. നാട്ടിലാണെങ്കിൽ സേഫ്റ്റി അങ്ങനെ ഒരു കോൺസെപ്റ്റേ ഇല്ല. കാരണം എല്ലാ IIMസിലും ഇപ്പം IIM കോഴിക്കോട് ഉണ്ടാവാവുന്ന എന്തൊക്കെ അപകടം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്തൊക്കെ അപകടം അവിടെ സംഭവിക്കാവോ ആ അപകടം മാത്രമേ IIM ഇൻഡോറിലോ IIM കാശിപ്പൂരിലോ റോട്ടക്കിലോ ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം നിങ്ങൾക്കൊരു ക്യാമ്പസിൽ വെറുതെ ഇപ്പം സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ NIT കാലിക്കറ്റിന്റെ തൊട്ടടുത്ത ഇപ്പം എൻ്റെ വീട്, ഞാനിപ്പോൾ വെറുതെ നടന്നു കയറി കഴിഞ്ഞാൽ എനിക്ക് NIT ക്യാമ്പസിൽ ചിലപ്പം സെക്യൂരിറ്റിയും കയറ്റി വിടും. കാരണം എന്താ, NIT എന്ന് പറയുന്നത് 10,000-10,000 കുട്ടികൾ പഠിക്കുന്ന പല പ്രോഗ്രാംസ് ഉള്ള അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ്. ബി സ്കൂൾസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പ്രീമിയമൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അനദർ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓർ ഈവൻ an IIT ഫോർ ദാറ്റ് റീസൺ. വളരെ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്നത്, അതിനു വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള വളരെയധികം സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഫ്രീഡവും ഉള്ള ക്യാമ്പസസ് ആണ് ഈ പറയുന്നതൊക്കെ. സോ ബിക്കോസ് ഓഫ് ദാറ്റ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആ ഒരു കൺസ്ട്രെയിൻ എടുത്ത് മാറ്റി വെക്കുക. ഫുഡിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിലും ചിലപ്പം നിങ്ങൾക്ക് കുറച്ച് സ്വിഗ്ഗിയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റീജിയണൽ ഫുഡൊക്കെ കിട്ടുമെന്നുള്ള ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ മിക്കവാറും ഇപ്പൊ IIM കോഴിക്കോട് ആയതുകൊണ്ട് കൂടുതൽ മലയാളികളാണോ പഠിക്കുന്നത്? അല്ല. ഇനി IIM തൃച്ചിയിൽ കൂടുതൽ തമിഴ്നാട്ടുകാരാണോ? ഇല്ല. ഹോം സ്റ്റേ റിസർവേഷൻ കോട്ടയൊന്നുമില്ല. ഇപ്പൊ NITസിനാണെങ്കിൽ there is a 50% റിസർവേഷൻ ഫോർ ഹോം സ്റ്റേ. ഇവിടെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റും ഇല്ല. അപ്പം ദാറ്റ് സിംപ്ലി മീൻ ദാറ്റ് നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡ് പോലും എല്ലായിടത്തും ഏതാണ്ട് യൂണിഫോം ആയിട്ടായിരിക്കും കിട്ടുക. പക്ഷെ ലൊക്കേഷൻ മാറ്റർ ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് വെയർ നിങ്ങളുടെ ആക്സസിബിലിറ്റി ടു ഇൻഡസ്ട്രി, ആക്സസിബിലിറ്റി ടു ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ മൊത്തം ടോപ്പ് ബി സ്കൂൾ എടുത്താൽ തന്നെ IIM ബാംഗ്ലൂരിന് ആ അഡ്വാൻറ്റേജ് ഉണ്ട്. NMIMS, IIM മുംബൈ, SPJ, ഈ പറഞ്ഞ കുറച്ച് ബി സ്കൂൾ വിരലിൽ എണ്ണാവുന്ന ഒരു 6, 7, 8, പിന്നെ ഡൽഹിയിലുള്ള ഫ്യൂ ബി സ്കൂൾസ് ലൈക്ക് FMS, MDA ഗുർഗാവൺ, XLRI ഡൽഹി, ഒരു 10 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിൽ എടുത്ത് നിർത്തി കഴിഞ്ഞാൽ ബാക്കി ആർക്കും ഈ ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഇല്ല. പക്ഷെ ലൊക്കേഷൻ അഡ്വാൻറ്റേജ് ഇല്ലെങ്കിൽ അവിടെ ഓരോ ഓപ്പർച്യൂണിറ്റിയും വരൂലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു മിത്ത് തന്നെയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IIM റോത്തക്കും ഷില്ലോങ്ങും ഏതാണ്ട് ഒരേ സമയം തുടങ്ങിയിട്ട് ഇന്ന് ഷില്ലോങ് എവിടെ നിൽക്കുന്നുണ്ട്, റോത്തക്ക് എവിടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക. റോത്തക്ക് ഇസ് ജസ്റ്റ് 30 minutes ഫ്രം ഡൽഹി, അല്ലെങ്കിൽ 40 minutes ഫ്രം ഡൽഹി. ഷില്ലോങ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോർത്ത് ഈസ്റ്റിൽ അത്രയും റിമോട്ട് ആയിട്ടുള്ള IIM ഷില്ലോങ് ഇപ്പൊ ഏതാണ്ട് ഇൻഡോറിന്റെ ലെവലിൽ എത്തുന്നുണ്ട്. മനസ്സിലായില്ല. ഇനി IIM കോഴിക്കോട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെയിൻ ഇറങ്ങിയാൽ അവിടെ നിന്ന് തന്നെ 40-45 മിനിറ്റ് എടുക്കും IIM കോഴിക്കോട് എത്താൻ. 40 മിനിറ്റ് എന്തായാലും എടുക്കും. ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നും പിന്നെ ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കും. ലൊക്കേഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഡിസഡ്വാൻറ്റേജ് ആണ്. കേരളത്തിലാണ് ഇൻഡസ്ട്രീസ് പൊതുവെ ഒന്നും തന്നെ കാര്യമായിട്ട് പറയത്തക്ക ഇല്ലാത്ത ഒരു കേരളത്തിലെ, അതും മലബാർ റീജിയനിലെ, കൊച്ചി പോലും അല്ല, മലബാർ റീജിയനിലുള്ള ഒരു കോളേജാണ് IIM കോഴിക്കോട്. അവിടെ ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് ആവുന്നു, ബെസ്റ്റ് പ്ലേസ്മെന്റ്സ് വരുന്നു. വിച്ച് മീൻസ് ലൊക്കേഷൻ മാത്രം നമ്മൾ ഒരുപാട് നോക്കേണ്ട വലിയ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം അത് വളരെ കുറച്ച് കോളേജസിന് അഡ്വാൻറ്റേജ് ഉള്ളൂ. ഇഫ് യു ഹാവ് എൻ ഓപ്ഷൻ ടു കമ്പയർ ഇറ്റ് ബിറ്റ്വീൻ an SPJ or say an NMIMS or an IIM Mumbai or an IIM Bangalore, then it's a different story.
you can choose, say for example, if I am comparing two B school option, one is XLRI Jamshedpur and one is SP Jain. I can choose SP Jain because it's having a better location access. Or if I have to choose between ഒരു IIM Shillong and IIM Mumbai, I can choose IIM Mumbai considering location access because അവിടെ നിങ്ങൾക്ക് ഒരുപാട് perks കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രണ്ട് ഈക്വൽ ബി സ്കൂൾസ് കൺസിഡർ ചെയ്യുമ്പോൾ യു ക്യാൻ കൺസിഡർ ലൊക്കേഷൻ ആസ് എൻ അനദർ ഫിൽറ്റർ. ഓക്കെ, ഇനി ഈ ബി സ്കൂൾസിനെ കുറിച്ച് പറയുമ്പോൾ IIM ട്രിച്ചി, ഉദയ്പൂർ, റാഞ്ചി, റായ്പൂർ, കാശിപ്പൂർ, റോട്ടക്കിനെ കുറിച്ച് പറയുമ്പോൾ ഹൂ ഇസ് ദ വിന്നർ എമംഗ് ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഉത്തരം ഈസ് IIM ഉദയ്പൂർ. അതിന്റെ ഒരു വൺ റീസൺ ബീൻ IIM ഉദയ്പൂരിൽ ഇപ്പൊ IIM ഉദയ്പൂരിന്റെ ഞാൻ ഓൾറെഡി ഈ ഓപ്പൺ ഡാഡിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. IIM ഉദയ്പൂരിൽ അന്നത്തെ ഗോൾഡ് മെഡൽസ് ആയിരുന്നു 2023 ബാച്ച് ആകാശ്. സോ ആകാശ് അവിടുത്തെ മീഡിയ കമ്മിറ്റി ചെയർ ആയിരുന്നു, അവിടുത്തെ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരനൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് അക്രഡിറ്റേഷൻ ആണ്. അപ്പം അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ AACSB ആൻഡ് AMBA രണ്ട് ഡബിൾ അക്രഡിറ്റഡ് കോളേജാണ്. പിന്നെ രണ്ടാമത്തത് ഈ NIRF റാങ്കിങ് നോക്കിയ ഈ NIRF റാങ്കിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വളരെ മോശം മെട്രിക് ടു ലുക്ക് അറ്റ് ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് NIRF ബി സ്കൂൾ റാങ്കിങ് ഒന്ന് ഞാൻ വായിച്ചു തരാം. ബി സ്കൂൾ റാങ്കിങ് NIRF. സോ NIRFിൽ ശരിക്കും ഫസ്റ്റ് വന്നിരിക്കുന്നത് അഹമ്മദാബാദാണ്, ബാംഗ്ലൂരാണ്. ദിസ് ഇസ് ഫൈൻ. പിന്നെ വരുന്നത് IIM കോഴിക്കോടാണ്. അപ്പൊ അവിടെ കൽക്കട്ട ഇല്ല, ലക്നൗ ഇല്ല, അതിന്റെ മുകളിലാണ് കോഴിക്കോടുള്ളത്. ഫോർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹിയാണ്. ഡൽഹി അപ്പം വന്നിരിക്കുന്നത് ലക്നൗ, ഇൻഡോർ, കൽക്കട്ട, മുംബൈയുടെ ഒക്കെ മുകളിൽ IIT ഡൽഹിയാണ് വന്നിട്ടുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ ഈ MDA വന്നിട്ടുണ്ട്. IIM റോട്ടക് എന്ന് പറയുന്നത് ന്യൂ IIMസിൽ ഒരു ലീസ്റ്റ് പ്രിഫേർഡ് IIM ആണ്. അത് വന്നിട്ടുള്ളത് ഈവൻ സിംബയോസിന് മുകളിലാണ്, IAFTയുടെ മുകളിലാണ്, പിന്നെ FMS ലിസ്റ്റിൽ ഉണ്ടാവില്ല. SP Jain വന്നിരിക്കുന്നത് ഈവൻ ബിലോ IIT മദ്രാസ് ആൻഡ് IAFT ആൻഡ് IIM റൈപ്പൂർ. സോ ഇതാണ് ഈ പറയുന്ന NIRFിന്റെ ഒരു ക്വാളിറ്റി. കാരണം NIRFിലുള്ള പല പാരാമീറ്റേഴ്സും അല്ലാതെ ഒരു വലിയ ചങ്ക് ഓഫ് പാരാമീറ്റേഴ്സ് പെർസെപ്ഷൻ ആണ്. ആൻഡ് ഈ പെർസെപ്ഷൻ എന്ന് പറയുന്നത് ആ പാനൽ ആ ഒരു NIRF കമ്മിറ്റിയിലുള്ള ആൾക്കാരുടെ പെർസെപ്ഷനാണ്. അപ്പൊ ആ പെർസെപ്ഷനിലൊക്കെ ഒരുപാട് അധികം ലൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ NIRF വലിയൊരു കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ റാങ്കിങ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ റാങ്കിങ് ആണ്, ലൈക്ക് FT റാങ്കിങ് അല്ലെങ്കിൽ QSന്റെ റാങ്കിങ്. അപ്പൊ ഈ FT ആൻഡ് QS റാങ്കിങ്ങിൽ സ്ഥിരമായിട്ട് IIM ഉദയ്പൂർ ആൻഡ് ദിസ് എ സർപ്രൈസ് ഫാക്ടർ. കാരണം ബാക്കി ആ ഒരു ലിസ്റ്റിലെ ടോപ്പ് 100ൽ ഇന്റർനാഷണലി ഉള്ള ബി സ്കൂൾസ് എന്ന് പറയുന്നത് IIM ബ്ലാക്കീസ് മാത്രമേ ഉള്ളൂ. ബ്ലാക്കിൽ തന്നെ ലക്നോ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് ദെൻ IIM ഉദയ്പൂർ മേഡ് ടു ദി ലിസ്റ്റ് വിച്ച് വാസ് ലൈക്ക് വെരി സർപ്രൈസിങ്. ആൻഡ് അവർ തന്നെ പറയുന്ന അവരുടെ വൺ ഓഫ് ദി കീ ഹൈലൈറ്റ്സ് ആണ് ഈ IIM ഉദയ്പൂറിന്റെ ഈ പറഞ്ഞ ഒരു ഇന്റർനാഷണൽ റാങ്കിങ്ങിലുള്ള ഒരു സാധനം. അപ്പൊ അത് കാണിക്കുന്നത് IIM ഉദയ്പൂറിന്റെ ക്വാളിറ്റിയാണ്. പക്ഷെ IIM ഉദയ്പൂറിന്റെ ഡൗൺ സൈഡ് പറയാറുണ്ടായിരുന്നത് 100% അറ്റൻഡൻസ് പോളിസിയാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഈ പറയുന്ന ആക്ടിവിറ്റീസ് കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും IIM അഹമ്മദാബാദിലും അക്കാഡമിക് റിഗർ കൂടുതലാണ്, ആൾക്കാർ അത് മാനേജ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇൻ ടേംസ് ഓഫ് ക്ലബ്സ് ആണെങ്കിലും വളരെയധികം വൈബ്രന്റ് ആയിട്ട് ഒരുപാട് ക്ലബ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് ഉദയ്പൂരിലാണ്. ബെറ്റർ ഡിറക്ടർ, ഒരു ഡിറക്ടർ, നല്ലൊരു ഡിറക്ടർ വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊത്തം ക്വാളിറ്റി മുകളിലോട്ട് പോകും. ഇപ്പം നമ്മൾ IIM ഇൻഡോർ ഒക്കെ ശരിക്കും മുകളിലോട്ട് പോയത് ഇപ്പോഴത്തെ IIM ബാംഗ്ലൂരിന്റെ ഡയറക്ടർ ഋഷികേശ സാർ അവിടെ ഇരിക്കുന്ന സമയത്താണ്. പുള്ളിക്കാരൻ വന്നിട്ട് IPM സ്റ്റാർട്ട് ചെയ്തു. IIM Indore is only one of the 4 B schools in India which has a triple accreditation, AMBA, IQUIS and AACSB. അപ്പം അതൊക്കെ പുള്ളിക്കാരൻ്റെ ഒരു മികവാണ്. അതേപോലത്തെ ഒരു വിഷണറി ഡയറക്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഡയറക്ടർ മാറി ഇപ്പൊ ഒരു ട്രാൻസിഷൻ ഫേസിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബട്ട് ദെൻ അതുള്ളതുകൊണ്ട് തന്നെ IIM ഉദയ്പൂർ ഈസ് ഹാവിംഗ് എ സ്ട്രോങ് അപ്പറേറ്റ്. പക്ഷെ നിങ്ങൾ NIRF റാങ്കിങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടെൽ യു സംതിങ് എൽസ്. കാരണം NIRF റാങ്കിങ്ങിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 second. So when it comes to NIRF, IIM ഉദയ്പൂർ 16th, അതിന്റെ മുകളിലാണ് IIM ട്രിച്ചി 15th, 12th IIM റോട്ടക് ഉണ്ട്, ആൻഡ് ദെൻ റായ്പൂർ ഉണ്ട് 11th. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉദയ്പൂർ വരുന്നുള്ളൂ. അപ്പൊ അഗെയിൻ ഡോണ്ട് ലുക്ക് അറ്റ് ഈ പറഞ്ഞ സാധനം, യു ജസ്റ്റ് ലുക്ക് അറ്റ് ദി കൈൻഡ് ഓഫ് അക്രഡിറ്റേഷൻ, ദി കൈൻഡ് ഓഫ് കമ്പനീസ് വിച്ച് ആർ കമ്മിങ് ടു ദി ക്യാമ്പസ്. അതിലും IIM ഉദയ്പൂറിന് ക്ലിയർ ഇതുണ്ട്. കാരണം 22% കൺസൾട്ടിങ് വരുന്നുണ്ട്, ഫിനാൻസ് 20% ഉണ്ട്, പ്രോഡക്റ്റ് മാനേജ്മെന്റ് 18% വരുന്നുണ്ട്. അപ്പൊ പ്രോഡക്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഈസ് എ റോൾ വിച്ച് ഈസ് ലൈങ് ആസ് എൻ ഇന്റർസെക്ഷൻ ബിറ്റ്വീൻ ടെക് ക്ലയൻസ് ആൻഡ് ദി ബിസിനസ്. അപ്പം അത് ഒരു റീസെന്റ് റോളാണ്. പക്ഷേ മൈക്രോസോഫ്റ്റ്, ഒപ്റ്റം, ഗൂഗിൾ പോലുള്ള, വാൾമാർട്ട് പോലുള്ള കമ്പനീസ് ഒക്കെ ഹയർ ചെയ്യുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ലുക്ഡ് ആഫ്റ്റർ ജോബ്സ് ഈവൻ അബവ് കൺസൾട്ടിംഗ് ആണ് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്. IIM ബാംഗ്ലൂരിലൊക്കെ സ്റ്റുഡൻസ് പോകുന്ന തന്നെ പല ആൾക്കാരും ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ്.
അതിന് വരെ അത്യാവശ്യം ഒരു 18%, പിന്നെ മാർക്കറ്റിംഗ് 15%, നല്ല കമ്പനീസ് വരുന്നുണ്ട്, പിന്നെ നല്ല ലൊക്കേഷനാണ്. അങ്ങനെയുള്ള പല അഡ്വാൻറ്റേജസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദയ്പൂരിനുണ്ട്. ഇനി ഉദയ്പൂരിന്റെ ബാക്കിയുള്ള ആക്സസ് ആണെങ്കിലും ഇപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് കേരളത്തിൽ ഇല്ലാന്നുണ്ടെങ്കിലും ഒരു 1 സ്റ്റോപ്പ് ഫ്ലൈറ്റ് ഇവിടെ നിന്നൊക്കെ ഉണ്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് IIM ട്രിച്ചിന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ പറയുന്ന ന്യൂ IIMസിൽ മുഴുവൻ നിങ്ങളൊരു കണക്ഷൻ ഫ്ലൈറ്റ് വഴി വരണം, ഇൻക്ലൂഡിങ് IIM ഇൻഡോർ. യു ഹാവ് ടു കം ടു ബാംഗ്ലൂർ ഓർ ഹൈദരാബാദ്, ബട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 6 മണിക്കൂർ എടുക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഉദയ്പൂർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി യുവർ ഫസ്റ്റ് ചോയ്സ്. ബട്ട് ദെൻ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ റാങ്കിങ്ങും പാരാമീറ്റേഴ്സും മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ബി സ്കൂൾ ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ന്യൂ ഐ മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ നോട്ട് കൺസിഡറിംഗ് റിപ്പീറ്റിംഗ് ഫോർ എ ടോപ്പ് 10 ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓൾഡ് IIM, യു ക്യാൻ ചൂസ് വിച്ച് എവർ ഇൻസ്റ്റിറ്റ്യൂട്ട് യു വാണ്ട്. ബട്ട് ദെൻ ഐഡിയലി ഒരാൾക്ക് ഫിറ്റ് ആവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വേറൊരാൾക്ക് ഫിറ്റ് ആവണമെന്നില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ ട്രിച്ചിയിൽ കുറെ കൂടെ ഫിനാൻസ് റോൾസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഫിനാൻസ് ഇൻക്ലിനേഷൻ ഉണ്ട്, യു ആർ ഹാവിംഗ് എൻ ഉദയ്പൂർ ആൻഡ് എ ട്രിച്ചി കോൾ, then it's better to go for Trichy because അവിടെ കുറച്ചുകൂടെ ഫിൻ റോൾസ് വരാറുണ്ട്. If you are having Raipur and Kashipur, and if you are someone who is interested in a little bit of analytics അല്ലെങ്കിൽ IT consulting അല്ലെങ്കിൽ little bit of product management, then കാശിപ്പൂരിൽ പോകുന്നതാണ് ബെറ്റർ. കാരണം നിങ്ങൾ അവരുടെ പ്ലേസ്മെന്റ് റിപ്പോർട്ട് നോക്കുക. ഇപ്പം പ്ലേസ്മെന്റ് റിപ്പോർട്ട് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ട് വായിച്ചു തരാം, നിങ്ങൾക്ക് നിങ്ങളുടേതായി പോയി വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ്. IIM ട്രിച്ചിയിൽ 25% കൺസൾട്ടിങ്, ഫിനാൻസ് 20% ആണ്, IT അനലിറ്റിക്സ് 20%, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് 50%. വരുന്ന കമ്പനീസ് ആണെങ്കിൽ അക്സെഞ്ചർ, IBM, സുസുക്കി, JPMC ഒക്കെ വരുന്നുണ്ട് എന്ന് പ്ലേസ്മെന്റ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. IIM ഉദയ്പൂറിന്റെ പ്ലേസ്മെന്റ് റിപ്പോർട്ട് പ്ലേസ്മെന്റ് വൈസ് താഴെ തോന്നാമെങ്കിലും അത് ഇറ്റ് ഈസ് അക്രഡിറ്റഡ് ബൈ ദി ഇറ്റ്സ് ബീൻ വെറ്റഡ് ബൈ ഓഡിറ്റഡ് റിപ്പോർട്ടാണ് IIM ഉദയ്പൂറിന്റെ. സോ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ റിപ്പോർട്ടാണ്. ആൻഡ് അതിൽ 22% കൺസൾട്ടിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്. ആൻഡ് IIM റാഞ്ചിയിൽ അപ്പാരന്റ്ലി 30% കൺസൾട്ടിംഗ് എഴുതിയിട്ടുണ്ട്. ആൻഡ് HR നിങ്ങൾക്ക് ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇഫ് യു ആർ ഹാവിംഗ് എൻ ഓപ്ഷൻ ടു ചൂസ് ബിറ്റ്വീൻ IIM റാഞ്ചി, റൈപ്പൂർ ആൻഡ് കാശ്പൂർ, ഇറ്റ് വിൽ ബി ബെറ്റർ ടു ഗോ ഫോർ റാഞ്ചി. കാരണം HR റാഞ്ചിയിൽ ഒരു HR സ്പെഷ്യലൈസേഷനും ഉണ്ട്. ഈവൻ IIM ഇൻഡോറിലെ HR പ്രോഗ്രാമിനെക്കാളും പഴക്കമുള്ള ഒരു HR പ്രോഗ്രാം. IIMസിൽ ശരിക്കും നല്ലൊരു HR പ്രോഗ്രാം കൊടുക്കുന്ന ഒൺലി ബി സ്കൂൾ ഈസ് IIM റാഞ്ചി, ടു ബി വെരി ഓണസ്റ്റ്. ഇപ്പം റായ്പൂരിൽ നോക്കുകയാണെങ്കിൽ ജനറൽ മാനേജ്മെന്റ്, BFSI, IT, മാർക്കറ്റിംഗ്. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് റായ്പൂരിന്റെ പ്രൊഫൈൽ കൂടുതലും ഒരു ഫ്രഷേഴ്സ് പ്രൊഫൈൽ ആണെന്നുള്ളത്. പിന്നെ വേറൊരു പാരാമീറ്റർ നിങ്ങൾ നോക്കേണ്ടത് ഫ്രഷേഴ്സിന്റെ കൗണ്ട് ആണ്. ഉദയ്പൂരിൽ 32% ആണ് ഫ്രഷേഴ്സ് ഉള്ളത്, റാഞ്ചിയിൽ 59, 60% ഫ്രഷേഴ്സാണ്, റായ്പൂരിൽ 45% ഫ്രഷേഴ്സാണ്, കാശ്പൂരിൽ 37% ഫ്രഷേഴ്സാണ്. അപ്പം ഈ ഫ്രഷേഴ്സിന്റെ കൗണ്ട് കൂടുമ്പോൾ നിങ്ങൾ രണ്ട് രീതിയിൽ തന്നെ കാണണം. ഉദാഹരണത്തിന് ഞാൻ ഫ്രഷറായിട്ടാണ് MBA ചെയ്തത്. ആൻഡ് ഞാൻ കയറുന്ന സമയത്ത് IIM ഇൻഡോർ വാസ് എ ഫ്രഷേഴ്സ് ഫ്രണ്ട്ലി കോളേജ്. അതായത് ഈ നമ്പർ ഓഫ് ഫ്രഷേഴ്സ് ഭയങ്കര കൂടുതലാണ്, IPMers ഉണ്ട്. അപ്പൊ എന്താണ് അതുകൊണ്ട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ 2 വർഷം വളരെ റിലാക്സ്ഡ് ആയിരുന്നു. കാരണം അറ്റ് ദ സെയിം ടൈം ഞാൻ ഇൻഡോർ കയറിയപ്പോൾ തന്നെ കോഴിക്കോട് കയറിയ പല ആൾക്കാരും വാസ് സ്ട്രഗ്ലിംഗ് ബിക്കോസ് അവിടെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ കൗണ്ട് അന്ന് കൂടുതലായിരുന്നു കമ്പയർഡ് ടു ഇൻഡോർ. ഇപ്പൊ ഇൻഡോറിൽ എല്ലാവരും ഫ്രഷേഴ്സ് ക്രൗഡ് ആയതുകൊണ്ട് നമ്മളൊരു UG കോളേജ് വൈബിൽ കുറച്ച് ചില്ല് ചെയ്ത് എല്ലാം കൂടെ ഒന്ന് അങ്ങനത്തെ ഒരു ഫ്ലോയിൽ പോയി. കോഴിക്കോടിൽ കയറിയ ഫ്രഷേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ഹാഡ് ടു കോമ്പീറ്റ് വിത്ത് പീപ്പിൾ ഹു ആർ ഹാവിംഗ് 2-3 years ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. ഈവൻ പ്ലേസ്മെന്റ്സിന്റെ ടൈമിൽ B schools, there are 2 placements, actually 3 placements. There is a summer placement which will be happening right once you get into the college, and then there will be അവസാനത്തേക്ക് അത് SIPക്കാണ്, സമ്മർ ഇന്റേൺഷിപ്പിനാണ്. ഫസ്റ്റ് ടേമിന്റെ ആ ഒരു ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഗ്യാപ്പിലാണ് ഈ പറയുന്ന SIP ഉള്ളത്. പിന്നെ നിങ്ങളുടെ ഫൈനൽ ഇയറിൽ there will be a lateral placement and a final placement. Lateral placement is for people with work experience. 1.5 to 2 years വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി വരുന്ന കൂടുതലും ഹൈ എൻഡ് കൺസൾട്ടിങ്ങും പ്രോഡ്മാനും ഒക്കെ അപ്പോഴാണ് വരുന്നത്. പിന്നെ ഉള്ളത് നിങ്ങളുടെ ഫൈനൽ പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഈ ലാറ്ററലിലും പ്ലേസ്ഡ് ആവാതെ PP ഒന്നും കിട്ടാത്ത അവസാനം വരുന്ന ഒരു 50-40% ഓഫ് ദി ബാച്ചിന് മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാംസും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഫിനാൻസ് പ്രൊഫൈൽസിലും ഒക്കെ പ്ലേസ് ആവുന്ന അപ്പോഴാണ്. അപ്പം ഇപ്പൊ ഇൻഡോറിൽ ഞാൻ കയറി ഫ്രഷർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലാറ്ററൽ കമ്പനീസിൽ ഇരിക്കാൻ പറ്റി. കാരണം എന്താ, കമ്പനീസ് വരുമ്പോൾ ഇവിടെ ഉള്ളത് ആകെ മൊത്തം ഫ്രഷേഴ്സാണ്. അപ്പൊ പിന്നെ പ്ലേസ്കോം തന്നെ അവരുടെ അടുത്ത് നെഗോഷിയേറ്റ് ചെയ്ത് പറയും നല്ല പിള്ളേരാണ്, അതാണ് ഇതാണ്, പ്ലീസ് ഓപ്പൺ ദി പ്രൊഫൈൽ ഫോർ പീപ്പിൾ വിത്ത് ഫ്രഷേഴ്സ് ആസ് വെൽ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഫ്രഷേഴ്സ് കൂടുതലുള്ള കോളേജിൽ ആസ് എ ഫ്രഷർ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം 2 വർഷം കുറച്ചുകൂടെ ചില്ലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയാ, നിങ്ങളൊരു മെജോറിറ്റി ആയതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ റെപ്രസെന്റേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഡൗൺ സൈഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു വർക്കെക്സ് ഉള്ള കൂടുതലുള്ളവരുള്ള കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവും. പക്ഷെ വർക്കെക്സ് ഒരുപാട് ഉള്ള ഒരാൾ ഈ ഫ്രഷേഴ്സ് കൂടുതലുള്ള കോളേജിൽ പോയാൽ മേ ബി ഇതും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ കൂടെ ഉള്ള ഒരു ബൈശാഖ് ഉണ്ട്, ഓൾറെഡി ഒരു കൺസൾട്ടിങ്ങിന്റെ വീഡിയോ ബൈശാഖുമായിട്ട് ചെയ്തിട്ടുണ്ട്. ബൈശാഖിന്റെ
thought process was he got into IIM K and IIM Indore. He chose IIM K because പുള്ളിക്കാരന് 3 വർഷം വർക്ക് എക്സ് ഉണ്ട്, NIT കാലിക്കറ്റ് ഗ്രാജുവേറ്റ് ആണ്. സോ പുള്ളിക്കാരൻ കോഴിക്കോട് പോയാൽ പുള്ളിക്കാരനെ പോലത്തെ പ്രൊഫൈലുള്ള ഒരുപാട് പേരുണ്ടാവും. ഇൻഡോർ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ ആയിരിക്കും അവിടുത്തെ ടോപ്പ്, മനസ്സിലായില്ല? അപ്പം ബെസ്റ്റ് റോൾസ് അവിടെ നിന്ന് കിട്ടുമെന്നുള്ള. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഈ ചിന്തിക്കേണ്ട കാര്യങ്ങളിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, അല്ലാതെ നിങ്ങൾ ഈ ലൊക്കേഷൻ അല്ലെങ്കിൽ അവിടെ സാമ്പാർ കിട്ടോ ഇഡ്ഡലി കിട്ടോ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഹയസ്റ്റ് CTC ഈ പറയുന്ന സാധനങ്ങളിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആവറേജ് എഴുതിയിരിക്കുന്ന ട്രിച്ചിയിൽ 19.43, ഉദയ്പൂർ 18.8, റാഞ്ചി 19.29, 19.7 ആണ് റായ്പൂരിൽ, കാശിപ്പൂരിൽ 18.11, റോട്ടക്കിൽ 19.27. അപ്പൊ അപ്പാരന്റ്ലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഉദയ്പൂരിൽ ഒരു 1 ലക്ഷം കുറവുണ്ട് മറ്റേത് വെച്ച് ഈ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പ്ലേസ്മെന്റ് റിപ്പോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുള്ളത് നിങ്ങൾ ദയവ് ചെയ്ത് കാര്യമായിട്ട് കൺസിഡർ ചെയ്യരുത്. ഇപ്പം ഒരു കോളേജ് 20 ലക്ഷം മറ്റത് 27 ലക്ഷം പറയുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ക്ലിയർ ഡിഫറൻസ്. ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടിങ്, പല ആൾക്കാരും ചില ആൾക്കാർ 1 ടൈം ബോണസ് റിപ്പോർട്ട് ചെയ്യും, ചില ആൾക്കാർ 1 ടൈം ബോണസ് റിപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ മാറാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ എന്റെ ഈ ഒരു സിനോപ്സ് ഇതിനകത്ത് ഓഫ് ദി ഓൾ ന്യൂ IIMs IIM ഉദയ്പൂരിലാണ് ഏറ്റവും അക്കാഡമിക് റിഗർ കൂടുതലുള്ളത്. ദിസ് ഇസ് എ റിയാലിറ്റി. ആൻഡ് ദെൻ കംസ് IIM റായ്പൂരിൽ 90% അറ്റൻഡൻസ് പോളിസി ഉണ്ട്. പക്ഷേ ഉദയ്പൂരിൽ ഈവൻ ഇഫ് യു ആർ ഗോയിങ് ത്രൂ ദാറ്റ് സ്ട്രഗിൾ ഇറ്റ് കംപ്ലീറ്റ്ലി മേക്ക് സെൻസ് ബിക്കോസ് അത് ഒരു ടോപ്പ് ബ്രാൻഡ് ആണ്. അതായത് ഒരു ഷില്ലോങ് ലെവലൊക്കെ ഉടനെ ആവാനുള്ള ഒരു ഹയർ ഗ്രോത്ത് ട്രജക്ടറിയിലുള്ള ഒരു ന്യൂ IIM ആണ്. ഇന്റർനാഷണൽ റാങ്കിങ്ങിലൊക്കെ ഓൾറെഡി അതിന്റെ പ്രസൻസ് നല്ല രീതിയിലുള്ള ഒരു കോളേജാണ്. സോ ഡെഫിനറ്റ്ലി അതിൻ്റെതായ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇപ്പോൾ ഉദയ്പൂർ ട്രിച്ചി ഉണ്ടെങ്കിൽ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. HR ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ റാഞ്ചി എന്തായാലും പ്രയോറിറ്റൈസ് ചെയ്യുക. IT അനലറ്റിക്സ് ആണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിലും ഉദയ്പൂർ ട്രിച്ചി ഉണ്ടെങ്കിൽ അതിന് പോവുക, ഇല്ലെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കാശിപ്പൂർ. ഇപ്പൊ കാശിപ്പൂരിൽ ഇപ്പം ഈ പറയുന്ന നിയറസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഡൽഹിയാണ്. അവർക്ക് എയർപോർട്ട് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇല്ല. അപ്പൊ നിങ്ങൾ ടാക്സി വിളിച്ച് ഡൽഹി പോകണം. ബാക്കി എല്ലായിടത്തുനിന്നും ഒരു വിത്തിൻ ഇപ്പൊ നമ്മളുടെ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവിടുത്തെ സ്റ്റുഡൻസ് എടുത്ത് വെച്ചിട്ട് എത്ര ദൂരമുണ്ട് നിങ്ങൾക്ക് എയർപോർട്ടിലോട്ടെന്നുള്ളത്. ഇതൊന്നും മാറ്റർ ചെയ്യുന്നില്ല, കാരണം വല്ലപ്പോഴും ഒരിക്കലും നാട്ടിൽ പോകാൻ വേണ്ടി നിങ്ങൾ ഇത്ര അധികം അതിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ദെൻ സ്റ്റിൽ IIM ട്രിച്ചി ടു എയർപോർട്ട് 15 കിലോമീറ്ററും ഉദയ്പൂറിന് 22 കിലോമീറ്ററും. പക്ഷേ ട്രിച്ചിയിൽ 15 കിലോമീറ്റർ ആൻഡ് ഡയറക്റ്റ് ഫ്ലൈറ്റ് ടു കൊച്ചി ഉണ്ട്. ഉദയ്പൂർ ആണെന്നുണ്ടെങ്കിൽ 22 കിലോമീറ്റേഴ്സ്, റാഞ്ചി 9 കിലോമീറ്റർ, റായ്പൂർ 15 കിലോമീറ്റർ, കാശിപ്പൂറിന് അടുത്ത് ഡൽഹി തന്നെയാണുള്ളത്. അപ്പൊ നിങ്ങൾ ടാക്സി വിളിച്ച് പോകണം. പക്ഷെ ഞാൻ എഗെയിൻ പറയുകയാണ്, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കില്ല. നിങ്ങൾ എപ്പോഴും ടാക്സി വിളിച്ച് പോകണമെങ്കിൽ വെക്കേഷനോ അങ്ങനെ ഒരു മേജർ ബ്രേക്ക് വരുമ്പം ദർ വിൽ ബി ക്യാമ്പസ് ബസ്സസ്, കോളേജ് ബസ്സസ്, ദർ വിൽ ബി പൂൾ ടാക്സി. നിങ്ങൾക്കൊരു ഇന്നോവയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് 5-6 പേർക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോവാം, ഒരുമിച്ച് പോവാം. എന്നിട്ട് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചിക്കും കാലിക്കറ്റും ഒക്കെ ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ പാരാമീറ്റേഴ്സ് ഉള്ളത്, ഈ കീ റിക്രൂട്ടേഴ്സ് ഒന്നും നിങ്ങൾ വലുതായിട്ട് നോക്കണ്ട. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ SIPക്ക് എന്തിനെങ്കിലും വന്ന കമ്പനീസ് നെയിം അവരവരുടെ ബ്രോഷറിൽ കീ കമ്പനീസ് ആയിട്ട് ഇടും. അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഒരു കാര്യം ഉണ്ടാവില്ല. ഫ്രഷേഴ്സ് കൗണ്ട് വേണമെങ്കിൽ നോക്കാം, ആൻഡ് യു ക്യാൻ സീ ഇഫ് യുവർ ക്യാമ്പസ് ഈസ് ലൈക്ക് ഫ്രഷേഴ്സ് ഫ്രണ്ട്ലി. ബാക്കി ക്യാമ്പസ് ഫെസിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ലേറ്റ് കമർ IIM റാഞ്ചി ആണ്. റാഞ്ചി മാത്രമാണ് ഏറ്റവും ലാസ്റ്റിലോട്ട് അവരുടെ പെർമനന്റ് ക്യാമ്പസിലോട്ട് മൂവ് ചെയ്തത്. 2 വർഷം മുന്നേ വരെ സ്റ്റുഡൻസ് പുറത്തൊരു ഹോസ്റ്റലിൽ നിന്നിട്ട് അവിടെ നിന്ന് ബസ്സിൽ കമ്മ്യൂട്ട് ചെയ്യായിരുന്നു. ഇപ്പം ഐ തിങ്ക് ദാറ്റ് അവിടുത്തെ കംപ്ലീറ്റ്ലി ഹോസ്റ്റൽ ഫംഗ്ഷനിൽ ആയിരിക്കും എന്നുള്ളത്. ഇപ്പൊ കാശിപ്പൂരിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും നമ്മളുടെ ഒരു സ്റ്റുഡന്റ് കാശിപ്പൂരിൽ BA പ്രോഗ്രാം കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഷി വാസ് സെയിങ് ദാറ്റ് ഈ അവിടെ പോയിട്ട് അവിടുത്തെ മാക്സിമം ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം അതിനെ നിങ്ങൾ അങ്ങനെ തന്നെ കാണാം, അല്ലാതെ ഇതൊരു ന്യൂ IIM അല്ല, ഇതിന്റെ മുകളിൽ ബ്ലാക്ക് ഇല്ല എന്ന് വിചാരിക്കാതെ ഇഫ് യു ആർ സീരിയസ്ലി കൺസിഡറിങ് എ ബി സ്കൂൾ ദിസ് ഇയർ, നിങ്ങൾക്ക് കിട്ടിയ ഓരോ ഓപ്ഷൻസ് റെസ്പെക്ട് ചെയ്യുക. കാരണം ഇതിൽ ഏത് ബി സ്കൂളിൽ പോയി കഴിഞ്ഞാലും അവിടെ പോയി നിങ്ങൾ ഞാൻ ടു ബി വെരി ഓണസ്റ്റ് ഞാൻ പറയുകയാണ്, ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ എല്ലാം വെച്ച് നിങ്ങളെ ബ്രാൻഡ് മാത്രം നിങ്ങളെ രക്ഷിക്കില്ല. അതൊരു റിയാലിറ്റിയാണ്. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ അവിടുത്തെ ആ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ്, ഇന്ത്യയിലുള്ള പല സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ അവിടുത്തെ ക്ലബ് കമ്മിറ്റീസ്, പിന്നെ അവിടുത്തെ ബാക്കിയുള്ള ഇവന്റ്സ്, കേസ് കോമ്പറ്റീഷൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ അപ്സ്കിൽ ചെയ്യാനുള്ള ഒരു പ്രയാണമായിട്ട് ഈ 2 ഇയേഴ്സിന് എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന IIM ബ്രാൻഡുള്ള എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരുപാട് എക്സൽ ചെയ്യാൻ പറ്റും ആൻഡ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സോ അഗെയിൻ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി ആസ് ടു ഹൗ ടു ചൂസ് എ ബി സ്കൂൾ, അല്ലെങ്കിൽ വാട്ട് ആർ ദി സീരിയസ് പാരാമീറ്റേഴ്സ് ടു കൺസിഡർ വെൽ ചൂസിങ് എ ബി സ്കൂൾ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.